ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രോസ്റ്റഡ് റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ ഇല്ലാണ്ട് തന്നെ വെറൈറ്റി ആയിട്ട് ഒരു ബ്രോസ്റ്റഡ് എങ്ങനെ ചെയ്യാമെന്ന് ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് എഗ്ഗ് കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്തത്. ഇതുപോലെ ഇതിനു മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ടൈം കളയാണ്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 5 മുട്ട പുഴുങ്ങിയത് 2ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കാമ്പ് നമുക്ക് മാറ്റി വെക്കാം. എല്ലാ മുട്ടയും ഞാൻ ഇതേപോലെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലും 1 നുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുളക് പൊടിയും മുട്ടയും കൂടിയിട്ടുള്ള മിക്സ് എടുത്തിട്ട് നമുക്ക് ഈ മുട്ടയിലേക്ക് നിറച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ മുട്ടയും ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്ത് മുട്ടയിലേക്ക് മുക്കി കൊടുത്ത ശേഷം നമുക്ക് മൈദ കൊണ്ട് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒന്നുകൂടെ മുട്ടയിലേക്ക് മുക്കി കൊടുത്ത ശേഷം നമുക്കിത് ഓട്സ് കൊണ്ട് പൊതിഞ്ഞെടുക്കാം. ഓട്സ് കൊണ്ട് ഇത് മുഴുവനായും നല്ലപോലെ കവർ ചെയ്തെടുക്കണം. മുഴുവൻ മുട്ടയും ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായി വരുന്ന ടൈമിൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഓരോരോ എഗ്ഗായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം ഒരിഞ്ഞു വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ വൈകിട്ടത്തെ ചായക്കൊപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് തന്നെയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ സംഭവം എല്ലാവർക്കും ഇഷ്ടമായി. അടിപൊളിയാണ്.